ഇന്ത്യയിലെ മെഡിക്കൽ മേഖല വലിയൊരു ദശാസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും പലവിധ വിവാദങ്ങളിലൂടെയും കോലാഹലങ്ങളിലൂടെയും കടന്നു പോവാറുണ്ടെങ്കിലും 2024 നീറ്റ് സ്കാമാണ് ഏറ്റവും അധികം ഈ മേഖലയിൽ പൊതുജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. നീറ്റ് എക്സാം നടത്തുന്ന NTA ആദ്യമായി ശക്തമായ വിമർശനങ്ങൾക്കും നിരൂപണങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതേക്കുറിച്ചുള്ള അന്വേഷണം കേവലം നീറ്റ് എക്സാമിൻ്റെ നടത്തിപ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല. മെഡിക്കൽ മേഖല എന്നത് ഇന്ത്യയെപ്പോലെ കൂറ്റൻ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് അങ്ങേയറ്റം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ബിഗ് ഫാർമ ഉൾപ്പെടെയുള്ളവരുടെ നിരവധി സാമ്പത്തിക താൽപ്പര്യങ്ങളും മറ്റ് തൽപര കക്ഷികളും കളിക്കുന്ന ഒരു മേഖല തന്നെയാണ് മെഡിക്കൽ മേഖല. പ്രത്യേകിച്ച് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്ക് ശേഷം വളരെയധികം പ്രാധാന്യവും ആകർഷണീയതയും മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ അലോപ്പതിക് മെഡിക്കൽ പ്രാക്ടീസിനെ നിയന്ത്രിക്കുന്ന ശക്തികൾ സർക്കാരിലും സമൂഹത്തിലും ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. ഇനി ഇന്ത്യയിലെ സീറ്റുകളുടെ എണ്ണം എടുത്തു നോക്കുക. കഴിഞ്ഞ വർഷം ഏകദേശം 25 ലക്ഷം പേരാണ് നീറ്റ് എക്സാം എഴുതിയത്. എന്നാൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം കേവലം 1 ലക്ഷം മാത്രമാണ്. അതായത് ആവശ്യക്കാരുടെ 10% സീറ്റുകൾ പോലും ഇന്ത്യയിലില്ല എന്നർത്ഥം. അതിൽ തന്നെ പകുതിയോളം സീറ്റ് മാത്രമേ സർക്കാർ സീറ്റുകളുള്ളൂ. നിലവിലുള്ള പ്രൈവറ്റ് കോളേജുകളിൽ പഠിക്കാൻ വളരെയധികം ചെലവുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ അംഗത്വമുള്ള വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് പോലും വളരെയധികം ചിലവേറിയതാണ് ഇന്ത്യയിലെ MBBS പഠനം. MBBS സീറ്റുകൾക്ക് ഇത്രയധികം ഡിമാൻഡും മുതൽ മുടക്കാൻ താൽപ്പര്യമുള്ളവരും ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ MBBS സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ അനുവദിക്കാതെ തടഞ്ഞു വച്ചിരിക്കുന്നത് എന്നത് ചോദ്യനീയമാണ്. പിന്നീട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുമ്പിലുള്ള ഒരു പോംവഴി എന്നത് വിദേശത്ത് പോയി MBBS പഠിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനും തുരങ്കം വെക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന NMC ഈയിടെയായി നടത്താൻ ശ്രമിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2021 NMC പുറപ്പെടുവിച്ച വിദേശ രാജ്യങ്ങളിൽ നിന്ന് MBBS എടുത്തവർക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായ നിയമാവലികൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നതാണ്. ഈ ഗൈഡ് ലൈൻസ് നിരവധി ആശയക്കുഴപ്പങ്ങൾ ജനങ്ങൾക്കിടയിൽ വിദേശ രാജ്യങ്ങളിൽ MBBS എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിലും അവരുടെ രക്ഷിതാക്കളിലും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആശയക്കുഴപ്പങ്ങളൊന്നും ദൂരീകരിക്കാൻ ആവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും NMCയോ അനുബന്ധ ഏജൻസികളോ സർക്കാരോ എടുക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതെല്ലാം NMCയുടെയും ഇന്ത്യയിലെ മെഡിക്കൽ ലോബികളുടെയും ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്നതാണ്. വിദേശത്ത് MBBS പഠിക്കാൻ മുന്നോടിയായി പറയുന്ന ഒരു പ്രധാന നിബന്ധന തന്നെ കണക്കിലെടുക്കുക. ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി MBBS എടുക്കുന്ന ഒരാൾ ഇന്ത്യയിലെ നീറ്റ് എക്സാം ആദ്യമേ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നതാണ് ആ നിബന്ധന. MBBS തുടങ്ങിയതിന് ശേഷമോ എടുത്ത കഴിഞ്ഞ ശേഷമോ പോലും ആയിക്കൂടാ എന്നാണ് പറയുന്നത്. അതെന്തൊരു നിയമമാണെന്ന് തന്നെ ആലോചിക്കുക. ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ ഉദ്ദേശം തന്നെ അത് അയാൾ പഠിക്കാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനോ ആവശ്യമായ നൈപുണ്യം അയാൾക്കുണ്ടോ എന്ന് പരിശോധിക്കാനാണല്ലോ. എന്നാൽ അത് MBBS പഠിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ വേണം എന്ന് പറയുന്നത് എന്തൊരു അസംബന്ധമാണ്. MBBS കഴിഞ്ഞ ഒരാൾക്ക് പോലും അതിനുള്ള യോഗ്യതാ പരീക്ഷ എഴുതാനുള്ള അവസരമില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഏതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനും ഏറ്റവും അവസാനത്തെ വെർഷൻ ആയിരിക്കും ഏറ്റവും പ്രധാനം. എന്നാൽ ഇവിടെ NMC നോക്കുന്നത് MBBS പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള വെർഷൻ ആണ്. എന്ന് മാത്രമല്ല, ഇവിടെ മറ്റൊരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ നിയമം നടപ്പാക്കുകയാണെങ്കിൽ ഒരൊറ്റ വിദേശ ഡോക്ടർമാർക്കും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇന്ത്യയിലെ നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ശേഷമല്ലല്ലോ അവർ അവരുടെ രാജ്യങ്ങളിൽ MBBS പഠിക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യൻ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നിരിക്കെ ഇത്തരമൊരു സമീപനം ഇന്ത്യയിലെ മെഡിക്കൽ രംഗത്ത് വരുത്തുന്ന പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. നമുക്കിനി ഗസറ്റിലെ മുഖ്യ പോയിന്റുകളിലൂടെ ഒന്ന് കണ്ണോടിക്കാം. No foreign medical graduate shall be granted permanent registration unless he has undergone a course leading to a foreign medical degree with minimum duration of 54 months.
അതായത് ഇന്റേൺഷിപ്പ് കൂടാതെ ഇന്റേൺഷിപ്പിന് മുമ്പ് തന്നെ 54 മാസം അഥവാ 4.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഡിഗ്രി കോഴ്സ് മാത്രമേ NMC അംഗീകരിക്കുകയുള്ളൂ. ചില രാജ്യങ്ങളിൽ MBBS 5 വർഷം മാത്രമേ ഉള്ളൂ. അതായത് അത്തരം രാജ്യങ്ങളിലാണ് നിങ്ങൾ MBBS എടുക്കുന്നതെങ്കിൽ അത് NMC അംഗീകരിക്കുകയില്ല. അത് അനാവശ്യമായ ഒരു കടമ്പിടുത്തമല്ലേ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഒരു ഡിഗ്രി കോഴ്സിന് നീളം 6 മാസം കൂടുന്നതും കുറയുന്നതും ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ആ ഡിഗ്രി കോഴ്സ് കൊണ്ടുണ്ടാകുന്ന ഔട്ട്കം എന്താണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനം. മാത്രവുമല്ല, ഒരു കോഴ്സിന് ശേഷം കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ആ മേഖലയിൽ ഒരു പ്രൊഫഷണലിനെ നിർവചിക്കുന്നത്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ ഈ 6 മാസം എങ്ങനെയാണ് പ്രധാനമാകുന്നത് എന്ന് പിന്നീട് വ്യക്തമാകും. അടുത്ത നിബന്ധന നോക്കുക. The entire course, training and internship or clerkship shall be done outside India in the same foreign medical institution throughout the course of study, and no part of medical training and internship shall be done in India or in any country other than the country from where the primary medical qualification is obtained. അതായത് കോഴ്സ് മുഴുവൻ ഒരേ സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കണം ചെയ്തു തീർക്കേണ്ടത്. അതും അനാവശ്യമായ ഒരു കടുംപിടുത്തമാണ്. ഒരേ രാജ്യത്തിലെ തന്നെ ഒരു സ്ഥാപനത്തിൽ നിന്ന് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റാൻ പോലും അനുവാദമില്ലാത്തത് കഷ്ടം തന്നെ. ഇത് കാരണം യുദ്ധം കാരണം ഉക്രൈനിൽ നിന്നും മറ്റും തിരിച്ചു പോരേണ്ടി വന്ന പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലും സാധിച്ചില്ല എന്നുള്ളതാണ്. പഠിപ്പിക്കുന്ന മാധ്യമം ഇംഗ്ലീഷ് ആകണം എന്നതാണ് അടുത്ത നിബന്ധന. അത് നമുക്ക് ശരിവെക്കാം. എന്നിരുന്നാൽ തന്നെയും MBBS എന്നത് ഒരു വിദേശ ഉൽപ്പന്നമാണ് എന്ന വസ്തുത ഓർക്കാൻ ഈ നിബന്ധന NMCയെ പ്രേരിപ്പിച്ചാൽ നന്നായിരുന്നു. അടുത്ത നിബന്ധന നോക്കാം. സ്റ്റഡീഡ് ദ മാൻഡേറ്ററി സബ്ജക്ട്സ് സ്പെസിഫൈഡ് ഇൻ ദ ഷെഡ്യൂൾ 1. തൽക്കാലം നമുക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും കണക്കാക്കേണ്ടതില്ല. അടുത്ത നിബന്ധന രജിസ്റ്റേർഡ് വിത്ത് ദ റെസ്പെക്റ്റീവ് പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡി ഓർ അതർവൈസ് competent to grant license to practice medicine in their respective jurisdiction of the country in which the medical degree is awarded and at par with the license to practice medicine given to citizen of that country. അത് ന്യായമാണെന്ന് തോന്നാമെങ്കിലും ചില പ്രശ്നങ്ങൾ അതിന് പുറകിലുണ്ട്. അത് പിന്നീട് അവസാനത്തെ നിബന്ധന പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത നിബന്ധന നോക്കാം. പഠിച്ച രാജ്യത്ത് തന്നെ 12 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞിരിക്കണമെന്ന് നിബന്ധനയുണ്ട്. അത് തന്നെ നേരത്തെ പറഞ്ഞ 5.5 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് വർക്കിന് ശേഷമായിരിക്കണം താനും. ഇതും പല രാജ്യങ്ങളിലെയും MBBSന് ഇന്ത്യയിൽ തടസ്സമായി വരും. കാരണം പല രാജ്യങ്ങളിലും MBBSന്റെ അവസാന വർഷങ്ങളിൽ തന്നെ കോഴ്സ് വർക്കിന് പാരലൽ ആയി ഇന്റേൺഷിപ്പ് നടത്തുന്നുണ്ട്. എന്നാൽ അതിന് എന്താണ് കുഴപ്പമെന്ന് NMC വ്യക്തമാക്കുന്നില്ല. ഇതിനെല്ലാം പുറമെ ഇന്ത്യയിൽ തിരിച്ചു വന്ന ശേഷം ഇന്ത്യയിലെ FMG അഥവാ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്യണമെന്ന് നിബന്ധനയുണ്ട്. അതിനും പുറമെ ഇന്ത്യയിൽ 12 മാസം ഇന്റേൺഷിപ്പും ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം പോട്ടെ എന്ന് വെച്ചാലും ഏറ്റവും വലിയ പാര അവസാനം പറയുന്ന നിബന്ധനയാണ്. അതായത് ഈ പറയുന്ന എല്ലാ നടപടികളും 10 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയിരിക്കണം. എന്തൊരു അസംബന്ധമാണ് ഇത് എന്ന് ഒന്ന് ആലോചിക്കുക. MBBS കോഴ്സ് വർക്കിന് തന്നെ മിനിമം 5.5 വർഷം, അവിടുത്തെ ഇന്റേൺഷിപ്പിന് 12 മാസം, അതിനുശേഷം ഇന്ത്യയിലെ ഇന്റേൺഷിപ്പിന് 12 മാസം, ഇതിനിടയിൽ ഇന്ത്യയിലെ FMG അഥവാ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. അതായത് 1 മാസം പോലും നഷ്ടപ്പെട്ടില്ലെങ്കിലും ചുരുങ്ങിയത് 8 വർഷം സമയമെടുക്കും ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ലഭിക്കാൻ. എന്നാൽ പ്രായോഗികമായി ഇത് സാധ്യമാണ്. ഇതിനിടയിലെല്ലാം 1-2 വർഷം പല ഘട്ടങ്ങളിലായി നഷ്ടപ്പെടാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. പല രാജ്യങ്ങളിലും ഈ പറയുന്ന 6.5 വർഷം കൊണ്ടൊന്നും MBBS പൂർത്തിയാക്കാനും അവിടുത്തെ രജിസ്ട്രേഷൻ ലഭിക്കാനും സാധിക്കില്ല. ഒന്നാമതായി കോഴ്സ് വർക്കിന് ശേഷം പഠിച്ച രാജ്യത്ത് തന്നെ ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ എഴുതിയെടുക്കേണ്ടി വന്നേക്കാം. ചില രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് ജോർജിയയിൽ, MBBS കോഴ്സ് വർക്കിന് ശേഷം തുടക്കത്തിൽ ജൂനിയർ ഡോക്ടർ എന്ന പദവി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും പിന്നീട് 3 വർഷം കൂടി ഇന്റേൺഷിപ്പ് നടത്തിയാൽ മാത്രമേ സ്വതന്ത്രമായി പ്രാക്ടീസ് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഈജിപ്തിൽ ഇന്റേൺഷിപ്പ് 1 വർഷമല്ല, മറിച്ച് 2 വർഷമാണ്. മാത്രമല്ല ഇന്ത്യയിൽ തിരിച്ചു വന്നാലും FMG അഥവാ നെക്സ്റ്റ് എക്സാം പാസ്സാകണമെന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഇന്റേൺഷിപ്പിന് അവസരം കിട്ടാൻ ഒരു കാലതാമസം ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം തന്നെ 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്ന കടമ്പ ഭാരിയേറെ മലയാക്കുന്നു.
10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്ന ഇത്തരമൊരു നിബന്ധനയുടെ ആവശ്യകത എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മാത്രവുമല്ല, നേരത്തെ ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നീറ്റ് എക്സാം പാസ്സാകണമെന്നുള്ള നിബന്ധന പോലെ വിദേശ ഡോക്ടർമാർക്ക് പോലും ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ തടയിടുന്ന ഒരു നിയമം പോലെയാണ് ഇത് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ഇത്തരമൊരു നിയമം ബാധകമാണെങ്കിൽ വിദേശികളായ ഡോക്ടർമാർക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുക എന്നത് വ്യക്തമല്ല. ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ നിന്ന് ആരും വിദേശത്ത് പോയി പഠിക്കാൻ NMCക്ക് വലിയ താല്പര്യമില്ല എന്നത് തന്നെയാണ്. വിദേശത്ത് പോയി ഇന്ത്യൻ വിദ്യാർത്ഥികൾ MBBS എടുക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നയം NMCക്കുണ്ടോ? പരമാവധി സമയദൈർഘ്യം ഓരോ ഘട്ടത്തിലും നിബന്ധനയായി വെക്കുകയും ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഇരട്ടി ഇന്റേൺഷിപ്പ് സമയം നിർബന്ധമാക്കുകയും എന്നാൽ കഷ്ടിച്ച് എല്ലാം തീർക്കാനുള്ള സമയദൈർഘ്യം മാത്രം പരമാവധി സമയമായി അനുവദിക്കുകയും ചെയ്യുന്നതിൻ്റെ യുക്തി എന്താണ്? MBBS എന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് അല്ല. അത് ലോകമാസകലം ഏകീകൃത സ്വഭാവമുള്ള ഒരു പ്രോഗ്രാമാണ്. എന്നിരിക്കെ ലോകത്തെങ്ങും ഇല്ലാത്ത നിബന്ധനകളും മറ്റും ഇതിൽ നിഷ്കർഷിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് NMC വ്യക്തമാക്കണം. ആരോഗ്യരംഗത്ത് മാത്രമല്ല, സാമ്പത്തികമായും രാജ്യത്തിന് വളരെയധികം മുതൽക്കൂട്ട് ആവേണ്ട മേഖലയാണ് ആരോഗ്യരംഗം. ഇന്ത്യയിൽ പഠിച്ചതാകട്ടെ അഥവാ വിദേശത്ത് പഠിച്ചതാകട്ടെ, ഡോക്ടർമാർ പൊതുസമൂഹത്തിന് വലിയ അനുഗ്രഹമാണ്. എന്നിരിക്കെ ഇത്തരത്തിൽ പ്രതിലോമകരമായ ഒരു നിലപാട് എന്തിനാണ് NMC പുലർത്തുന്നത് എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയിൽ ആവശ്യത്തിന് സീറ്റില്ലാത്തത് കൊണ്ട് മാത്രം മില്യൺ കണക്കിന് ഡോളറുകൾ ആണ് അനാവശ്യമായി ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നത്. എന്ന് മാത്രമല്ല, സ്വന്തം നിലയിൽ പുറത്തുപോയി പഠിക്കാമെന്ന് വെച്ചാലും അത് പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും പഠിച്ച് തിരിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് സങ്കീർണമായ FMG പരീക്ഷ ഏർപ്പെടുത്തി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം പരമാവധി നിഷേധിക്കുകയും ചെയ്യുക എന്ന നിലവിലുള്ള രീതി കൂടുതൽ കണിശതയോടെ തുടരുവാനുള്ള ഒരു കാൽവെപ്പാണ് ഈ പുതിയ ഗൈഡ് ലൈൻസ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും ലോബികളുടെയോ മറ്റോ സ്വാധീനം ഇതിൻ്റെ പുറകിൽ ഉണ്ടോ എന്ന് നാം ആദ്യം ചിന്തിക്കണം. ഇന്ത്യയിലെ MBBS സീറ്റുകളുടെയും മെഡിക്കൽ കോളേജുകളുടെയും എണ്ണം കൂടാൻ അനുവദിക്കാതെ നിയന്ത്രിക്കുന്ന ശക്തികൾ ഇതിന് പുറകിൽ ഉണ്ടോ? അത്തരത്തിൽ സീറ്റുകളുടെയും കോളേജുകളുടെയും എണ്ണം കൂടുന്നതും ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് പോയി MBBS എടുക്കുന്നതും നിലവിലുള്ള കോളേജുകളുടെ ഫീസ് നിലവാരത്തെ ബാധിക്കും എന്നത് വ്യക്തമാണ്. അത് തടയുക എന്ന താല്പര്യം ഇതിൻ്റെ പുറകിൽ ഉണ്ടോ? അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയും ബിഗ് ഫാർമയും സർക്കാർ മേഖലയിലും പൊതുസമൂഹത്തിലും ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണെന്നിരിക്കെ അത് കൈയടക്കി വെക്കാൻ പരിശ്രമിക്കുന്ന നിലവിലുള്ള ഡോക്ടർമാരുടെ ലോബികളുടെ സ്വാധീനവും ഇതിൻ്റെ പുറകിൽ സംശയിക്കേണ്ടതുണ്ട്. 2024 നീറ്റ് സ്കാമിൻ്റെ വെളിച്ചത്തിൽ ഈ മേഖലയെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്ന ശക്തികളെ ക്രിട്ടിക്കലായി തന്നെ അവലോകനം ചെയ്യേണ്ടത് പൊതുജനങ്ങളുടെയും സർക്കാരിൻ്റെയും ജനപ്രതിനിധികളുടെയും ബാധ്യതയാണ്. 2024 നീറ്റ് സ്കാം പരീക്ഷാ നടത്തിപ്പിലെ അപാകതകളെക്കുറിച്ചുള്ള അന്വേഷണം എന്നതിലുപരി ഈ മേഖലയിലുള്ള ഒരു സമഗ്രമായ അന്വേഷണത്തിനും പരിവർത്തനങ്ങൾക്കും വേദിയാകേണ്ടതുണ്ട്.